Hi all, Darshan Academy Renit X-ray 2026 Biology Chapter Wise Analysis. Excretory product and their elimination എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഈ റീനീറ്റിന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു, അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കാം. കഴിഞ്ഞ നീറ്റിൽ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത് എങ്കിൽ ഈ നീറ്റിന് റീനീറ്റിന് ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്ക്രീറ്ററി അല്ലെ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും അല്ലേ. നമുക്ക് ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് വേഗം നോക്കാം. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 167 ആയിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ദ റീഅബ്സോർഷൻ പ്രോസസ് ഇൻ ഹെൻലേസ് ലൂപ്പ് ആർ കറക്റ്റ്. റീഅബ്സോർഷൻ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെൻലേസ് ലൂപ്പിലെ റീഅബ്സോർഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണ്, താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു കറക്റ്റ് എന്നാണ് ചോദ്യം. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ദ ഡിസെൻഡിങ് ലിംഫ് ഓഫ് ഹെൻലേസ് ലൂപ്പ് ഈസ് പെർമിയബിൾ to water but almost impermeable to electrolytes അല്ലേ. അതായത് നമ്മുടെ ഡിസെൻഡിങ് ലിംഫ് എന്ന് പറയുന്നത് എന്താണ്, ഹെൻലേസ് ലൂപ്പിലെ ഡിസെൻഡിങ് ലിംഫ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ ബട്ട് ഇൻപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. അതൊരു കറക്റ്റ് സെൻറ്റൻസ് ആണ്. നമുക്കറിയാം നമ്മുടെ റീഅബ്സോർഷൻ ഈ PCT പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ ഒരു 70 to 80% റീഅബ്സോർഷൻ എന്ന് പറയുന്ന PCTയിൽ നടക്കും. പിന്നെ താഴേക്ക് നമ്മുടെ ഫിൽട്രേറ്റ് വരുന്നു. അവിടെ നമുക്കറിയാം ഡിസെൻഡിങ് ലിംഫ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ ആൻഡ് ഈസ് ഓൾമോസ്റ്റ് എന്താണ് ഇൻപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ് എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ അതുകൊണ്ട് ആ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷനാണ്. ദെൻ എന്താണ് സെക്കൻഡ് നോക്കിയേ. സെക്കൻഡ് ഓപ്ഷൻ, യൂറിൻ ഗെറ്റ്സ് കോൺസെൻട്രേറ്റഡ് ഇൻ ഹെൻലേസ് ലൂപ്പ്. ഹെൻലേസ് ലൂപ്പിലേക്ക് വരുന്നതോടും എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ യൂറിൻ ഗെറ്റ് കോൺസെൻട്രേറ്റഡ് ഇൻ ഹെൻലേസ് ലൂപ്പ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇപ്പം വാട്ടർ പെർമിയബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ്, ആസ് വാട്ടർ ലീവ്സ് ദ ഡിസെൻഡിങ് ലിംഫ് ദ ഫിൽട്രേറ്റ് ഓർ യൂറിൻ എന്താണ് കോൺസെൻട്രേറ്റ് ആവും. അതായത് വെള്ളം പുറത്തേക്ക് റീഅബ്സോർഷൻ ആണ് പുറത്തേക്ക് അല്ലെങ്കിൽ ഡിസെൻഡിങ് ലിംഫിലേക്ക് പെർമിയബിൾ ആണ്ട് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് എന്താണ് താഴേക്ക് മൂവ്സ് ഡൗൺ ഹെൻലേസ് ലൂപ്പിൽ കൂടി താഴേക്ക് പോകുന്നതോറും എന്താണ് നമ്മുടെ യൂറിൻ എന്താവും, നമ്മൾ പിന്നെ കോൺസെൻട്രേറ്റഡ് ആവും. അപ്പം സെക്കൻഡ് സെൻറ്റൻസും എന്താണ് കറക്റ്റാണ്. ആൻഡ് ദെൻ തേർഡ് അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞ സിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, റീഅബ്സോർഷൻ ഓഫ് സോഡിയം പ്ലസ് ആൻഡ് വാട്ടർ ടേക്സ് പ്ലേസ് ഇൻ ഹെൻലേസ് ലൂപ്പ്. അല്ലെങ്കിൽ എന്താണ് ഹെൻലേസ് ലൂപ്പിൽ വെച്ച് എന്താണ് സോഡിയത്തിൻ്റെ റീഅബ്സോർഷനും വാട്ടറിൻ്റെ റീഅബ്സോർഷനും നടക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം വാട്ടറിൻ്റെ റീഅബ്സോർഷൻ നടക്കുന്ന എവിടെ വെച്ചാണ്, ഡിസെൻഡിങ് ലിംഫിൽ വെച്ചിട്ടും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ Na+ൻ്റെ റീഅബ്സോർഷൻ നടക്കുന്നത് അസെൻഡിങ് ലിംഫിലും വെച്ചിട്ടാണ്. ഇത് രണ്ടും കൂടെ എന്താണ് ഡു നോട്ട് ഒക്കർ ടുഗെദർ ഇൻ ദ സെയിം പാർട്ട്. രണ്ടും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നടക്കില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഡിസെൻഡിങ് ലിംഫിൽ വെച്ചിട്ടാണ് വാട്ടറിൻ്റെ റീഅബ്സോർഷൻ നടക്കുന്ന, അസെൻഡിങ്ങിൽ വെച്ചിട്ടാണ് Na+ൻ്റെ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ Na+ അല്ലെങ്കിൽ അസെൻഡിങ് ലീഫ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതിൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ അങ്ങനെ തന്നെ കൊടുത്തത്. ലാസ്റ്റ് ഓപ്ഷൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ഒക്കേഴ്സ് ഇൻ ദ അസെൻഡിങ് ലിംഫ് ഓഫ് ഹെൻലേസ് ലൂപ്പ്. അപ്പം അതും ശരിയാണ്. ലാസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ഓപ്ഷനും ശരിയാണ്. അപ്പം നമ്മുടെ പറഞ്ഞുകൊണ്ടിരുന്ന സി ഓപ്ഷൻ എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് പോയ ഏതാണ് നമ്മുടെ ആൻസർ, ഒന്നാണ് എ, ബി ആൻഡ് ഡി. എയും ഇത് ശരിയാണ്, ബി ആൻഡ് ഡി ഈ മൂന്നെണ്ണം ശരി. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആക്റ്റീവ് ഓർ പാസീവ് ട്രാൻസ് ഇലക്ട്രോലൈറ്റ് അസെൻഡിങ് ലിംഫിൽ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിന് എന്താണ് പിന്നെ പെർമിയബിൾ ആണ് അല്ലെങ്കിൽ അവിടെ നടക്കുന്നു എന്നാണ് പറയാറ്. അപ്പം ഇതായിരുന്നു നമ്മുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുനിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്താണ് അതും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.